ഓക്കെ. സോ നിങ്ങള് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുറെ പേരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കുറെ പേര് കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറെ പേര് അയച്ചിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ നോക്കിയിട്ട് ഞാൻ റെക്ടിഫൈ ചെയ്ത് തരാം. ഓക്കെ. എനിക്കറിയാം, ലൈക്ക് കഴിഞ്ഞ സെഷനിൽ നമ്മൾ റഫായിട്ടാണ് പ്രൈസ് ഡെലിവറിയും അതേപോലെ ഐഡിയവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റഫ് ആയിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമേ ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ. എനിക്കത് ഓർമ്മയുണ്ട്. ലൈക്ക് അതിനർത്ഥം നമ്മൾ ആ ഒരു പ്രൈസ് ഡെലിവറി ആൻഡ് ഐഡിയം ഇത് നോക്കിയിട്ടാണ് പ്രോപ്പർ ഒ ബി എഫ് ഇ ജിസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷെ അതിന്റെ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നെക്സ്റ്റ് സെഷൻ, ഇന്നിപ്പോ നമ്മൾ ലിക്വിഡിറ്റി ബാക്കിയുള്ള സെഷനാണ് പറയുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് പറയും? ഈ ഒരു ഇന്റഗ്രേഷൻ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി വിത്ത് കീ ലെവൽസ്, അഥവാ കീ ലെവൽസ് എന്ന് പറയുമ്പം ഓർഡർ ബ്ലോക്ക്, ഡിമാൻഡ് സോണ്, സപ്ലൈ സോണുകൾ, ഇത് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്ന ലിക്വിഡിറ്റീസും ഇതുവരെ പഠിച്ച ലിക്വിഡിറ്റീസും അതൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കും. ഓക്കെ. സോ ആ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പം അതുവരെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി കവർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ്, ലൈക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഡിമാൻഡ് ഡിമാൻഡ് പഠിച്ചു, സപ്ലൈ പഠിച്ചു അല്ലെ, ഓർഡർ ബ്ലോക്ക് എന്താ നോക്കി, എഫ് ഇ ജി നോക്കി, ഐ ഡി എം നോക്കി, പി ഡി നോക്കി. ഓക്കെ. ഇനി നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈസ് ആൻഡ് ലോസ് ആണ്. ഓക്കെ. ഹൈസ് ആൻഡ് ലോസ്. അപ്പോൾ മേജറായിട്ട് വരുന്ന ഹൈസ് ആൻഡ് ലോസ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഹൈസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഹൈസ് ആൻഡ് ലോസിനെയാണ്, ഇപ്പം ഓരോ സ്വിംഗ് ഹൈസ്, സ്വിംഗ് ലോസ്, അതിനെയാണ് ആക്ച്വലി നമ്മൾ ഹൈസ് ആൻഡ് ലോസ് എന്ന് സിംപ്ലി വിളിക്കുന്നത്. ഓക്കെ. ഇപ്പം ഹയർ ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പം നമ്മൾ 4 അവർ ആൻഡ് എബൌട്ട് ടൈം ഫ്രെയിംസ് ആണ് നമ്മളിവിടെ നോക്കുക. ഓക്കെ. 4 അവർ ആൻഡ് എബൌട്ട് ടൈം ഫ്രെയിംസിൽ ഉണ്ടാക്കുന്ന മേജർ ആയിട്ടുള്ള ഹൈസ് ആൻഡ് ലോസിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ. അതന്നെ ഇപ്പൊ നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മന്ത് ഹൈ, ഓക്കെ, പ്രീവിയസ് മന്ത് ലോ, അതേപോലെ പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, അതേപോലെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. ഓക്കെ. അതേപോലെ 4 ഹവറിൽ ഉണ്ടാക്കുന്ന ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ. ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 അവറിന്റെ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ, ഓക്കെ, 4 അവറിന്റെ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുമ്പം അതെപ്പോഴും സ്വിംഗ് ഹൈ ആയിരിക്കണം. ഓക്കെ. അതെപ്പോഴും സ്വിംഗ് ഹൈ ആയിരിക്കണം എന്ന് വെച്ചാല്, ഇപ്പം ഇത് 4 അവറിന്റെ ചാർട്ടാണ്. ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത് 4 അവറിന്റെ USDയിലെ ചാർട്ടാണ്. ഓക്കെ. ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു ലാസ്റ്റ് പാർട്ട് തന്നെ എടുത്തു നോക്കാം. ഈ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെയും ഒരു ലോ ഉണ്ട് അല്ലെ, ഈ ഒരു ലോയും ഉണ്ട്, ഈ ഒരു ലോയും ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മളെ സംബന്ധിച്ച് 4 അവറിലെ ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും. കാരണം ഇതാണ് സിംഗ് ലോ, ഇത് സിംഗ് ലോ അല്ല. ഓക്കെ. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെയും ഒരു ഹൈ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്ന ഹൈ എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഹൈ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഹൈ മാത്രമായിരിക്കും. കാരണം എന്താ? ഇത് രണ്ടും സ്വിംഗ് ഹൈ അല്ല. നമ്മൾ ആ ഒരു ഒറ്റക്ക് നിൽക്കുന്ന കാൻഡിൽ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അപ്പൊ ഇവിടെ ഈ ഒരു കാൻഡിലിന്റെ ഈ ഒരു ടോപ്പിലേക്ക് അതിന്റെ നിയർ ബൈയിലുള്ള ഇവിടെയുള്ള ഈ കാൻഡിലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഓക്കെ. സോ ഇതൊരു സ്വിംഗ് ഹൈ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ 4 അവറിന്റെ ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ?
എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. വൺസ് മോർ. യെസ്, ഓക്കെ ഓക്കെ, പറയാം പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഹൈസ് ആൻഡ് ലോസ് ഉണ്ട്. കുറെ ഹൈകളുണ്ട്, കുറെ ലോസ്. നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ് ആക്കി എടുക്കുന്ന ഹൈസ് ആൻഡ് ലോസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതില് നമുക്ക് 4 അവറിൽ ഉണ്ടാക്കിയ ഹൈസ് ആൻഡ് ലോസ്, അതായത് 4 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ചാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഹൈസ് ആൻഡ് ലോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹൈസ് ആൻഡ് ലോസ് ആണ്. ഓക്കെ. ആ സമയത്ത് ഉണ്ടാക്കുന്ന ഹൈസ്, ആ സമയത്ത് ഉണ്ടാക്കുന്ന ലോസ് ഒക്കെ ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ. എന്തിനാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്നത്? അതൊന്നും ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞേ. വൈ വി മാർക്ക് ലിക്വിഡിറ്റി ഏരിയ? ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഈ പി ഡി, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കണ്ട ഒരു പി ഡി ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഈ ഒരു പി ഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നമ്മൾ ഇങ്ങനെ ഒരു പി ഡി ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പി ഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? നമ്മൾ എന്തിനാ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്നത്? സിംപിളി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐഡിയം ഉണ്ട്, ഇവിടെയും ഒരു ഐഡിയം ഉണ്ട്. ഓക്കെ. ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐഡിയം ഉണ്ട്. അപ്പോൾ ഈ ഐഡിയം ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്? ആരും എന്താന്ന് പറയാത്തെ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞോ. ടു ഫൈൻഡ് എൻട്രി പോയിന്റ് അല്ല. എൻട്രിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്നത്? എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത്. ഫോർ ടി പി അല്ല, ജെൻസി പറഞ്ഞത് റോങ് ആണ്. ടി പിക്കും വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ എന്താണ് ഫോർ ടി പി എന്നോട് ഉദ്ദേശിച്ച കാര്യം എന്തുവാ? ലൈക്ക് Opportunity ഓപ്പർച്യൂണിറ്റി ഫോർ വാട്ട്? ഫോർ നെക്സ്റ്റ് ബിഗ് for മൂവ്മെന്റ്. entry. ഫ്യൂവൽ. റനീഷ് ബ്രോ, ഫ്യൂവൽ. ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ട്രാപ്പ് ആകാതിരിക്കാൻ നമ്മൾ മാനിപ്പുലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ പോരെ? ആക്ച്വലി ആ മാനിപ്പുലേഷൻ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലിക്വിഡിറ്റി കണ്ടെത്താം. ഓക്കെ, കൈൻഡ് ഓഫ് ആൻസർ ആണ്. പക്ഷേ ഇപ്പൊ ഞാനൊരു അതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സപ്പോസ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഐഡിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ഇതിന് തൊട്ട് വരെ അടുത്തെത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ഇങ്ങോട്ട് മുകളിലേക്ക് പുഷ് ചെയ്ത് അല്ലെ? അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ സ്വിംഗ് ലോനെയാണ് നമ്മൾ ഐഡിയം ആയിട്ട് കൺസിഡർ ചെയ്തത്. ഇത് ഓക്കെ അല്ലേ? ഇത്ര പറഞ്ഞത് റെഡി അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ ഐഡിയം എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്ത നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അതായത് നമുക്കൊരു സോൺ ഇവിടെ ഉണ്ട്. ആ സോണിന് തൊട്ടടുത്ത് ഒരു ഐഡിയം മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ആ ഒരു സോണിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റിനെ അല്ലെങ്കിൽ പ്രൈസിനെ ഈ സോണിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ഇവിടെയുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഐഡിയം ലിക്വിഡിറ്റിയാണ്. മനസ്സിലായോ? മാർക്കറ്റിനെ പ്രൈസ് ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സോൺ ഇവിടെയാണ്. ഇപ്പൊ സോണിന് തൊട്ടടുത്തായിട്ട് ഒരു ഐഡിയം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഐഡിയം എടുക്കാൻ വേണ്ടി വരും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം? എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോണിലേക്ക് ഒരു ഐഡിയം ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സോണിലേക്ക് ഒരു ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സലായി അല്ലെങ്കിൽ റീട്രേസ്മെന്റ് തന്ന് ആ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വരും. അപ്പൊ നമ്മുടെ സോണിനെ എൻട്രിക്കും വേണ്ടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോണിന്റെ പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഐഡിയം എന്നുള്ള കാര്യം ഇവിടെ യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഐഡിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നത് വളരെ ടൈറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ. അതിനർത്ഥം എന്താ? ഇവിടെ എന്ത് ഫോം Price ചെയ്തു? delivery. പ്രൈസ് ഡെലിവറി. എക്സാക്ട്ലി, ഇവിടെ പ്രൈസ് ഡെലിവറി ഫോം ചെയ്തു എന്നർത്ഥം. എന്താണ് ഈ പ്രൈസ് ഡെലിവറി? അതൊരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ആണ് അല്ലെ? ഇവിടെയൊക്കെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. റൈറ്റ്. ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ ഉണ്ടായിരുന്നു. ആ പെൻഡിങ് ഓർഡർ എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ടൈറ്റ് ആയിട്ട് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന സമയത്ത് ഇവിടെയൊക്കെ പെൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. റൈറ്റ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് ഈ പെൻഡിങ് ഓർഡർ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറും.
അതായത് നമ്മുടെ സോണിലേക്ക് നമുക്കൊരു പെൻഡിങ് ഓർഡേഴ്സ് ഉള്ള ഒരു ലിക്വിഡിറ്റി കിട്ടി. നമ്മുടെ സോണിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ ഇട്ടു. ആ സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂല് വേണം. റൈറ്റ്? ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂല് വേണം. ആ ഫ്യൂവലാണ് ഇവിടെ IDMന്റെ രൂപത്തിൽ, സോറി, പ്രൈസ് ഡെലിവറിന്റെ രൂപത്തിൽ ഇവിടെ ഫോം ചെയ്തത്. ഓക്കെ. സിംപിളി മാർക്കറ്റ് ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യല്ല ഉണ്ടാവുക. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി മുകളിൽ ഉണ്ടാവണം. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു എന്ത് പ്രൈസ് ഡെലിവറി. ആ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു IDM മാത്രമേ ഉള്ളൂ, PD ഇല്ല, അപ്പം അവിടെ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇവിടെ നമ്മൾ IDM ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോണിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പായി. ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ PD ഇല്ല എന്ന് വെച്ചോ. മാർക്കറ്റ് ഇവിടെ PD ഒന്നും ക്രിയേറ്റ് ചെയ്യാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുക, മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോവാൻ PD അല്ലാതെ വേറെ എന്തെങ്കിലും ലിക്വിഡിറ്റി മുകളിൽ കിടപ്പുണ്ടോ? ഓക്കെ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹൈസ് ആൻഡ് ലോസ് കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നത്. അതായത് ഇവിടെ ഏതെങ്കിലും ഹൈ കിടപ്പുണ്ടോ, ആ ഒരു ഹൈ അവിടെ കിടക്കുന്നുണ്ടോ, ആ ഒരു ഹൈ എടുക്കാൻ മാർക്കറ്റ് പോവോ? ഓക്കെ. നമ്മളിപ്പോ ഒരു സോണിൽ നിന്ന് എൻട്രി കൺസിഡർ ചെയ്യുമ്പോൾ ആ സോണിലേക്ക് മാർക്കറ്റ് വരാൻ ഒരു റീസൺ വേണം. ആ സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനും ഒരു റീസൺ വേണം. ഓക്കെ. ആ റിയാക്ട് ചെയ്യാനുള്ള റീസൺ ആണ് നമ്മൾ ലിക്വിഡിറ്റിന്റെ രൂപത്തിൽ കണ്ടെത്തുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ. ഇപ്പൊ നമുക്കിവിടെ സോൺ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്കിപ്പോ ഇതാണ് നമ്മുടെ എന്ത് ഓർഡർ ബ്ലോക്ക്, അല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മുടെ ഏരിയ ഇവിടെയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ഫോം ചെയ്തു? ഇതെന്താണ് ഫോം ചെയ്തത്? ഐഡിയ. IDM. അതിനർത്ഥം എന്താ? മാർക്കറ്റ് നമ്മുടെ സോണിലേക്ക് വരാൻ സാധ്യതയുണ്ട്. റൈറ്റ്? ഇനി മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മുടെ ഈ സോണിലേക്ക് വന്നില്ലേ? വന്നോ? വന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു IDM അവിടെ കളക്ട് ചെയ്തു. ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് അവിടെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് റിയാക്ഷൻ കിട്ടി, വീണ്ടും റീട്രേസ്മെന്റ് നമ്മുടെ ഏരിയയിലേക്ക്. അപ്പോൾ വീണ്ടും ഈ ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്യുന്നു, വീണ്ടും ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം, മാർക്കറ്റിൽ ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു PD ഉണ്ടോ? ഈ ഒരു ഏരിയയിൽ PD ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? മാർക്കറ്റിൽ നിന്ന് ഈ ഒരു സോണിൽ നിന്ന് ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോവാൻ ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇവിടെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഹൈസ് ആൻഡ് ലോസ് കിടപ്പുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സിമ്പിളി ഇവിടെ ഒരു ഐറ്റം കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ഈക്വലൈസ്. റഫായിട്ട്. എക്സാക്ട്ലി. ഈക്വൽ ഹൈ. ഇവിടെ ഒരു ഈക്വൽ ഹൈ കിടപ്പുണ്ട്. ഈക്വൽ ഹൈന്റെ അർത്ഥം എന്താ? മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ആയി, വീണ്ടും ഇവിടെ വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് റിയാക്ട് ആയി. നമ്മളൊരു കാര്യം പഠിച്ചിട്ടില്ലേ? നമ്മളൊരു സപ്ലൈ സംഭവങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടോ? ഓക്കെ. ഇത് ഞാൻ ഇങ്ങനെ എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ റിജക്ഷൻ ബ്ലോക്ക് എന്നൊക്കെയാണ് ഇതിന് പറയാം. അപ്പം നിങ്ങൾ അതിപ്പോൾ ICT ടോപ്പിക് ആണ്, ഇതിൽ പറയുന്ന കാര്യമല്ല. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സപ്ലൈ ഡിമാൻഡ് നമ്മൾ പഠിച്ചതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളിങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വെച്ച് പഠിച്ച ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് സെഷൻ. സപ്ലൈ ബിക്കംസ് റെസിസ്റ്റൻസ്. ആ സോറി, റെസിസ്റ്റ്. അതായത് അതായത് സപ്ലൈ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റ് ചെയ്ത് താഴേക്ക് വരും. റൈറ്റ്? ഡിമാൻഡ് നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് മൊമെന്റ് തരും. ഇത് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞതല്ലേ? ഓർമ്മയില്ലേ? അപ്പം അതേപോലെ ഇവിടെ നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തേക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ്, ആ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്ന ഏരിയ? ഒന്ന് പുഷ് ചെയ്യുന്ന ഏരിയയാണ്, അല്ലേ? സെല്ലേഴ്സ് ഇവിടെ മാർക്കറ്റിൽ പുഷ് ചെയ്യുന്ന, താഴേക്ക് പുഷ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടുന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒബ്വിയസ്ലി എവിടെയായിരിക്കും കിടപ്പുണ്ടാവുക? ഈ ഹൈന്റെ മുകളിലല്ലേ? ഇവിടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നുണ്ടാവും, അല്ലേ?
ഇവിടുന്നൊക്കെ സെൽ ചെയ്ത ആൾക്കാർ ഈ ഒരു ഹൈന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. ഇവിടുന്നും സെൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു ബൈയിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റിനെ ഇവിടുന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കണ്ടോ, കറക്റ്റ് ആ പോയിന്റ് മാർക്കറ്റ് എടുത്തിട്ട് ആ ഒരു ഈക്വൽ ഹൈ അവിടുന്ന് എടുത്തിട്ട് മാർക്കറ്റിൽ ഒന്ന് റീട്രേസ്മെന്റ് വന്നത് കണ്ടോ. കാരണം എന്താ, ഈ റീട്രേസ്മെന്റ് ഇവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ എടുക്കാനായിരുന്നു. ആ ഒരു ഹൈ അവിടുന്ന് അവർ ക്യാച്ച് ചെയ്തു. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൂടെ. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് കാണിക്കും. വീണ്ടും മാർക്കറ്റിൽ അപ്പ് മൊമെന്റം. ക്ലിയർ? മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാനുള്ള റീസൺ എന്താന്ന് ഇപ്പൊ മനസ്സിലായോ ഗൈസ്? Yes, സ്റ്റിൽ sir. കൺഫ്യൂഷൻ? Understood, sir. ഓക്കെ, ഓക്കെ. അപ്പം ഈ പറയുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ആ ലിക്വിഡിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ സോണിലേക്ക് മാർക്കറ്റ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിക്വിഡിറ്റി പ്രസന്റ് ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് നമുക്കിപ്പം ഞാനിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഓർഡർ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുള്ള ഓർഡർ ബ്ലോക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ ഓർഡർ ബ്ലോക്ക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ, ഓർമ്മ ഉണ്ടോ? In discount zone. ഫ്രം ഡിസ്കൗണ്ട് സോൺ, ഇറ്റ്സ് ഓക്കെ. FEG, എക്സാക്ട്ലി. FEG. FEG. FEG ഉള്ള ഓർഡർ ബ്ലോക്ക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ എനിബഡി? അപ്പൊ അതേ പറഞ്ഞ അതേ റീസൺ. ഈ FEG എന്ന് പറഞ്ഞാൽ അതൊരു ഇംബാലൻസാ. അതായത് മാർക്കറ്റിൽ രണ്ട് കാൻഡിൽസ് തമ്മിൽ, അല്ലെ, 3 കാൻഡിൽ, അതിൽ രണ്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കാൻഡിൽ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ, അല്ലെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഒരു ഇംബാലൻസ് അവിടെ പ്രസന്റാ. അപ്പൊ മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാ. റൈറ്റ്? അപ്പോ ഈ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ വരുമ്പം അതിന് തൊട്ടടുത്തുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് പ്രോബബിലിറ്റി എന്തായി, കൂടി. അപ്പൊ ഇവിടെ ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് IDM അല്ല, മറിച്ച് എന്താണ്, ഈ ഒരു FEG ആണ്. കാരണം FEGയിൽ കുറെ ഇംബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരുമ്പോൾ നമ്മൾക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മളെ സോൺ എന്നുണ്ടെങ്കിൽ നമ്മുടെ സോൺ ഒന്നും കൂടി പവർഫുൾ ആയി. കാരണം ആ സോണിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. ക്ലിയർ? ഇതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ FEG ഉള്ള ഓർഡർ ബ്ലോക്കുകൾ എടുക്കണം. ഓക്കെ, ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഫോറവറിന്റെ ഹൈസ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലിക്വിഡിറ്റിയിൽ കുറെ ഹൈസ് ആൻഡ് ലോസ് കുറെ കണ്ടിട്ടുണ്ട്. ഓക്കെ, കുറെ ഹൈസ് ആൻഡ് ലോസ് നമ്മൾ പറഞ്ഞു, വീക്ക്ലി ഹൈ, മന്ത്ലി ഹൈ. അതിൽ ഫോറവറിന്റെ ഹൈസ് ആൻഡ് ലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫോറവറിന്റെ ഹൈസ് ആൻഡ് ലോസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതേപോലുള്ള സ്വിംഗ് ഹൈസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഈ ഹൈ, ഇപ്പൊ ഇവിടെ ഉള്ള ഈ ഒരു പെർട്ടിക്കുലർ ഹൈ, ഈ ഒരു ഹൈ ഉണ്ടോ, ഈ ഒരു ഹൈ, ഇത് ആക്ച്വലി ഒരു സ്വിംഗ് ഹൈ ആണോ അല്ലേ? സ്വിംഗ് ഹൈ എങ്ങനെ കണ്ടെത്താന്നൊക്കെ നമ്മൾ ആദ്യം ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടിനോ ഇത് Previous സ്വിംഗ് ഹൈ ആണോ? candle, ആ that candle's previous candle is higher than this one, ആ sir. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ മാത്രമേ അവിടെ സ്വിംഗ് ഹൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതേപോലെ ഈ ഹൈ മാത്രമേ സ്വിംഗ് ഹൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ ഹൈ മാത്രമേ സ്വിംഗ് ഹൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം നമുക്ക് കുറെ ഫോറവറിന്റെ കുറെ കാൻഡിൽസ് ഉണ്ടെങ്കിൽ ആ എല്ലാ കാൻഡിൽസും ഹൈസ് ആൻഡ് ലോസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മാത്രം മാർക്ക് ചെയ്താൽ മതി, സ്വിംഗ് ഹൈസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഹൈസ് ഫ്രം ഈച്ച് ഡേ ആണോ എടുക്കുക? ഹൈസ് ഫ്രം ഈച്ച് ഡേ എന്നല്ല, പ്രീവിയസ് ഡേന്റെയും ഹൈസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിപ്പോ കുറെ മുന്നത്തെ ദിവസത്തെ ഹൈസ് അല്ലേ ഈ കാണുന്നേ, അപ്പൊ നമുക്കിത് എടുക്കാം. ഓക്കെ, നമ്മുടെ നരേറ്റീവിന് അത് പോസിറ്റീവ് ആയിരിക്കണം. അതായത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു IDM കിട്ടി.
ഓക്കെ, നമുക്ക് ഈക്വൽ ഹൈസ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കണം നമുക്ക് ഈക്വൽ ഹൈസ് കിട്ടേണ്ടത്. ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പം ഇവിടെ ഇപ്പൊ സിമ്പിളി നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റേഞ്ച് അല്ലേ, ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പം ഈ റേഞ്ചിനകത്ത്, അതായത് നമ്മുടെ ഐഡിയ എന്താണ്, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടുന്ന് ബൈ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്, ഈ ഈക്വൽ ഹൈ ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പം നമ്മളിവിടെ ബൈ ചെയ്യാണ്, ഈ ഈക്വൽ ഹൈസ് നമ്മുടെ ആ ഒരു ഐഡിയക്ക് അനുകൂലമായിട്ട് നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ഹൈസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് പകരം ഈ ഈക്വൽ ഹൈസ് ഇതാ ഇവിടെ നമുക്കൊരു ഈക്വൽ ഹൈസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഈക്വൽ ഹൈസ് ഉണ്ട്, ഇത് ഓൾറെഡി ഇവിടെ ഇറ്റ് മിറ്റിഗേറ്റഡ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ റേഞ്ചിന് പുറത്തുള്ള കാര്യങ്ങളാണ്, ഇതല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിനകത്ത്, അല്ലെങ്കിൽ ഇതാ ഇവിടെ കേട്ട് സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു ഈക്വൽ ഹൈസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ഒരു റേഞ്ചിന്റെ ഈ ഒരു ഔട്ടർ ഏരിയയിൽ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടായിട്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന് പുറത്തുള്ള ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ കാര്യം ഇതൊക്കെ നമ്മൾ എൻട്രിയുടെ ടൈമിൽ ഒന്നും കൂടി പറയുന്നുള്ള കാര്യമായിട്ടോ. കാര്യം ആ സമയത്ത് നമ്മൾ ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് ടു ലോ ടൈം ഫ്രെയിം ആണ് പോവുക. അപ്പം ഈ ഈക്വൽ ഹൈസ് ഉണ്ടോ, പി ഡി ഉണ്ടോ, അതേപോലെ ഐ ഡി എം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അവിടെ ഒന്നും കൂടിയും ചെക്ക് ചെയ്യും. ഓക്കെ, സോ 4 ഹവറിന്റെ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ സിംപിളി അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ പറഞ്ഞത് എന്താ, പ്രീവിയസ് ഡേ ഹൈ, അതേപോലെ പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പം പ്രീവിയസ് മന്ത് ഹൈ, ഇപ്പം നമ്മളിപ്പം മന്ത്ലി ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഈക്വലൈസ് ഒക്കെ മോർ എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, Sir, ഇപ്പം actually 4 hours highs and lows marking is like a little bit confusing, sir. Can ആ you ഓക്കെ ഓക്കെ, വി ക്യാൻ explain? ഡിസ്കസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, Okay, okay, sir. സോ ഇവിടെ നമുക്ക് മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ, മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മന്ത്ലി നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മന്ത്ലി നമ്മൾ ഈ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുമ്പോൾ സ്വിങ് ഹൈ സ്വിങ് ലോ അല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പ്രീവിയസ് മന്തിന്റെ ഹൈ മാർക്ക് ചെയ്യുക, പ്രീവിയസ് മന്തിന്റെ ലോ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മന്ത്ലിയിലേക്ക് നിങ്ങൾ ചാർട്ട് മാറ്റിയിട്ട് പ്രീവിയസ് മന്ത് ഹൈ മാർക്ക് ചെയ്യുക, പ്രീവിയസ് മന്ത് ലോ മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാത്ത ഹൈസ് ആൻഡ് ലോസ്. ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യാത്ത ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ഹൈ ഇവിടെ മാർക്കറ്റിൽ വേറെ ക്യാൻഡിൽസ് ഒന്നും വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ ഹൈ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോ, ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോ ലിക്വിഡിറ്റി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലോ, ഈ ഒരു സിംഗ് ലോ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ, നമ്മൾക്കിപ്പം ട്രേഡിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ്. അപ്പം ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഏരിയാസിലുള്ള ഈക്വൽ ഹൈസ് സോറി മന്ത്ലി ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ മാർക്ക് ചെയ്യണം, നമുക്ക് പ്രീവിയസ് മന്ത് ഹൈ ഇവിടെ ഉണ്ട്, പ്രീവിയസ് മന്ത് ലോ ഇവിടെ ഉണ്ട്, ഓൾസോ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു സ്വിങ് ഹൈ. ഇതിൽ വേറെ ലിക്വിഡിറ്റി ഒന്നും വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇതിന് ശേഷം വേറെ കാൻഡിൽസ് ഒന്നും വന്നിട്ട് ഇതിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോ ലിക്വിഡിറ്റി പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ എഫ് ഇ ജി മാർക്ക് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇപ്പൊ ഈ ഒരു എഫ് ഇ ജി അല്ലേ, ഈ ഒരു എഫ് ഇ ജി ആണോ റനീഷ് പുറ ചോദിച്ചേ, ഈ എഫ് ഇ ജി ആണോ, ക്ലാസ്സിലത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതാ ഈ എഫ് ഇ ജിയോ, ഇല്ല, ഇതിനു മുമ്പ് ഒരു ചാർട്ട് കാണിച്ചില്ലായിരുന്നു. 4 ഹവറിന്റെ? ആ ഫോർവേഡ് തന്നെ ഇതിനു മുമ്പ് കാണിച്ചില്ലേ ആ ഇപ്പൊ ഈ നമ്മളിപ്പോ ഹൈസ് ആൻഡ് ലോസ് അല്ലേ പറയുന്നത്, ലൈക്ക് എഫ് ഇ ജിസ് നമ്മൾ എന്തായാലും മാർക്ക് ചെയ്യും. അതല്ല സാറേ, ഇതിനു മുമ്പ് ഒരു ടോപ്പിക് പറഞ്ഞപ്പോഴുള്ള ചാർട്ടാണ് ഞാൻ പറഞ്ഞത്. 4 ഹവറിലായിരിക്കും അല്ലേ? അത് തന്നെ, ഇതിനു മുമ്പ് ഈ ചാർട്ടല്ല, ഇതിനു മുമ്പ് കാണിച്ച ചാർട്ടാണ് ഉദ്ദേശിച്ചത്. ആ ഓക്കെ, നമുക്ക് ഏതായാലും എൻഡ് ഓഫ് ദ സെഷൻ ഡിസ്കസ് ചെയ്യാം ബ്രോ. ഓക്കെ, ഓക്കെ ബ്രോ സാർ, ഒന്ന് ഓക്കെ. ഓർമ്മപ്പെടുത്തിയാൽ നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, എനിവേ നമ്മളിപ്പം മന്ത്ലി നമ്മൾ എന്ത് ചെയ്തു, ഈ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്തു,
ആൻഡ് സ്വിംഗ് ഹൈസ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും വീക്ക്ലിയിലേക്ക് വരിക. വീക്ക്ലിയിലേക്ക് വന്നിട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത്. വീക്ക്ലിയിൽ നമുക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യണം? വീക്ക്ലി ഉണ്ടാക്കിയ ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ, വീക്ക്ലി ഉണ്ടാക്കിയ പ്രീവിയസ് വീക്ക് ലോ, പ്രീവിയസ് വീക്ക് ലോ, പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇത് എൻ്റെ പ്രീവിയസ് മന്ത് ലോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ചെയ്യുമെന്ന് മാർക്ക് കൊടുക്കും. പ്രീവിയസ് മന്ത് ലോ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്കിവിടെ ഒരു പ്രീവിയസ് മന്ത് ഹൈ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത് മാർക്ക് ചെയ്തു. പ്രീവിയസ് വീക്ക് ലോ മാർക്ക് ചെയ്തു, പ്രീവിയസ് വീക്ക് ഹൈ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ ഡെയിലിയിലും ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീക്കിലി നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടൊക്കെ കുറെ ഹൈസ് ഉണ്ട്. ഇതൊക്കെ മാർക്കായുള്ള ഹൈസ് ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഡേ ട്രേഡേഴ്സാ, ഒരിക്കലും സിങ് ട്രേഡേഴ്സ് അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഏരിയക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. ആ ഒരു ഏരിയക്ക് തൊട്ടടുത്തുള്ള FEG ഓർഡർ ബ്ലോക്കുകൾ, ഹൈസ് ആൻഡ് ലോസ്, PD, IDM ഇതൊക്കെയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, ഇനി ഞാൻ ഡെയിലിയിലേക്ക് വന്നു. ഓക്കെ ഓക്കെ ഇതിപ്പോ ഞാൻ പ്രീവിയസ് വീക്കിലോ മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയ കാണിച്ചതാ. ഓൾറെഡി ഇത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലെഫ്റ്റ് ഔട്ട് ചെയ്യാം. അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ, ഇനിയിപ്പം നമുക്കിവിടെ ഡെയിലിയിലേക്ക് വന്നാൽ ഇതേപോലെ നമുക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യാം? പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് വീക്ക് ഹൈ ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് വീക്ക് ലോ ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആയിരുന്നു. ഓക്കെ, അതേപോലെ ഇതും നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ഡേ ലോ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇവിടെ മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇറ്റ് മീൻസ്? ഇങ്ങനെ എടുത്താൽ അത് എന്താണ് അർത്ഥമാക്കുന്നത്? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണോ? ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വരും എന്നാണോ? അതോ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നതാണോ എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന നെക്സ്റ്റ് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ അവൈലബിൾ ആയി അല്ലെ? പ്രീവിയസ് ഡേ ലോ ഇവിടെ അവൈലബിൾ ആണ്. ഞാനൊന്ന് റീപ്ലൈ ഇടാം. ഇപ്പൊ നമുക്കിവിടെ പ്രീവിയസ് ഡേ ലോ മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമുക്ക് ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി മാത്രം ഇവിടെ അവൈലബിൾ ആയിട്ട് കാര്യമില്ല. ഓക്കെ, ഈ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഇതിനേക്കാൾ ഹയർ ടൈം ഫ്രെയിം, ആ ടൈം ഫ്രെയിമിൽ ഇവിടെ സോണുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ഹൈസ് ആൻഡ് ലോസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ട് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഓക്കെ, മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ, അവിടെ FEG അല്ലെങ്കിൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോൺസ് അവിടെ ഉണ്ടാവണം. അതായത് ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ആ ലിക്വിഡിറ്റി എടുത്തോണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. ആ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യേണ്ടത് ഒരു സോണിൽ നിന്നായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് ബെയർലി ഒരു ലിക്വിഡിറ്റി മാത്രം പോരാ. ലിക്വിഡിറ്റിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം? അതിന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ, ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു സോണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഞാനിത് ഇവിടെ റാൻഡം ആയിട്ട് വരച്ചതാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സോണൊന്നും ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തതല്ല. നിങ്ങൾക്ക് ഈ ഒരു മിറ്റിഗേഷൻ നടക്കേണ്ടത്, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് ഒരു FEG-എന്നോ OB-എന്നോ ഡിമാൻഡ് സോണെന്നോ അല്ലെങ്കിൽ സപ്ലൈ സോൺസ്ന്നോ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡെയിലി ഉള്ള ഒരു ലിക്വിഡിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അഥവാ പ്രീവിയസ് ഡേയിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെയുള്ള ഒരു സോണുകൾ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം. ആ സോണിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്.
ഇത് നിങ്ങൾ എങ്ങനെ എടുക്കരുത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓക്കെ, ഞാൻ 1 അവറിലേക്ക് വരാം. 1 അവറിൽ എനിക്കൊരു ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ എടുക്കരുത്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ അനലൈസ് ചെയ്യുന്നത്, ഏത് ടൈം ഫ്രെയിമിലാണോ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്നത്, അത് പ്ലസ് ഹയർ ടൈം ഫ്രെയിമിലുള്ള സോണുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഞാൻ അതിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം, എന്താണ് ആ പറഞ്ഞതിന്റെ ഒരു മീനിങ് എന്നുള്ളത്. ഓക്കെ, അപ്പം എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാം. ഇപ്പൊ ഞാൻ ഡെയിലിയിലാണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് സോറി, MSS വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം സോണുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു എന്ത് ഏരിയ ഉണ്ട്, ഇതെന്താ, എന്താണ് ഗൈസ്, ഇതെന്ത് ലിക്വിഡിറ്റിയാ? previous day low. യെസ്, ഇവിടെ നമുക്കൊരു പ്രീവിയസ് ഡേ ലോ ഉണ്ട്, റൈറ്റ്? ഇവിടെ നമുക്കൊരു പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഞാൻ ഈ ഡിസ്കൗണ്ട് പ്രീമിയം ഒഴിവാക്കാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് നോക്കണം അല്ലേ? അപ്പം ആസ് പെർ SMC നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് ഒരു എന്ത് അവൈലബിൾ ആണ്, ഒരു FEG, ഒരു ചെറിയൊരു FEG അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് അനദർ FEG ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ ഈ FEG കുറച്ച് പ്രീമിയത്തിൽ വരുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും ഏരിയ ആണ് അതിന്റെ പ്രീമിയം വരുന്നത്, ഐ തിങ്ക്. യെസ്, ആ ഒരു ഏരിയയിലുള്ള FEG ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് നേരെ വന്ന് ഈ ഒരു പ്രീവിയസ് ഡേയിലോ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നതല്ല നമ്മുടെ ഐഡിയ. നമ്മുടെ ഐഡിയ എന്താണ്, ഈ പ്രീവിയസ് ഡേയിലോ ഒരു ലിക്വിഡിറ്റി ആണ്, പക്ഷെ ഇതെടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നടക്കേണ്ടത് അതിനനുസരിച്ച് ഒരു കീ ലെവൽ, ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഒരു സോൺസിനെയാണ് നമ്മൾ സിംപ്ലി കീ ലെവൽ എന്ന് വിളിക്കുക. അഥവാ ഓർഡർ ബ്ലോക്ക് ഒരു കീ ലെവലാണ്, FEG ഒരു കീ ലെവലാണ്, ഡിമാൻഡ് സപ്ലൈ സോണുകൾ ഓരോ കീ ലെവൽസ് ആണ്. ഇങ്ങനെ ഓരോ കീ ലെവൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്, ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പം അഗെയിൻ ഇവിടെയും നമുക്കൊരു കീ ലെവൽ ഉണ്ട്, താഴെയും നമുക്കൊരു കീ ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ എന്താ ചെയ്തത് നെക്സ്റ്റ്? ഓക്കെ, ഇപ്പൊ മാർക്കറ്റിൽ ആ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്തു അല്ലെ, ആ ഒരു പ്രോപ്പർ ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് വന്നു. എന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് എങ്ങോട്ടേക്ക്, പ്രീവിയസ് ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കീ ലെവൽ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള അപ്പ് മൊമെന്റം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു കീ ലെവൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈ എടുക്കാൻ പോകും എന്നുള്ള ഒരു കാര്യം കൺസിഡർ ചെയ്യരുത്. ക്ലിയർ? ക്ലിയർ ആണോ ഗൈസ്? കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് പേർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, വേറെ എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ഈ ഏരിയ ആണോ? ഇതെങ്ങനെ ഇവിടെ ഡൗൺ ട്രെൻഡ്, ഇവിടെ നമുക്ക് MSS കിട്ടില്ലേ? ഓക്കെ, ആൻഡ് വേറെ എക്സാമ്പിൾ. സിംപ്ലി ഡെയിലി ഇതിൽ നമുക്ക് കൂടുതലും FEG എൻട്രീസ് ആയിരിക്കും കൂടുതൽ നമുക്ക് വരാം. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾ ഈക്വൽ ഹൈസിന്റെ കേസ് പറയാം. ഈക്വൽ ഹൈസ് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്കറ്റ് നിൽക്കണം എന്നില്ല. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ നിന്നാലും മതി, ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടെങ്കിലും അത്
കൺസിഡറബിൾ ആണ്, ഇതും ഈക്വൽ ഹൈസ് ആണ്. ഓക്കെ, അതേപോലെ ഇതും മാർക്കറ്റിൽ ഇത് രണ്ടും ഈക്വൽ ഹൈ ആണ്, അതേപോലെ ഈ രണ്ടും ഈക്വൽ ഹൈസ് ആണ്. ഓക്കെ, ഇനി ഈക്വൽ ലോസിന്റെ കേസിലും അതേപോലെ തന്നെ ഈ രണ്ട് ലോസ് ഈക്വൽ ലോ ആണ്, കാരണം സിങ് ലോസ് ആണത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഞാൻ നോക്കട്ടെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇല്ല, ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ, ഈ ഒരു ലോ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഈ ഒരു ലോ, ഇത് വ്യാഴാഴ്ച ദിവസം അല്ലെ മാർക്കറ്റ് ഉണ്ടാക്കിയ ലോ ആണ്, സ്വിംഗ് ലോ ആണ്. ഓക്കെ, ഓൾസോ പ്രീവിയസ് ഡേ ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സപ്പോസ് അന്നേ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ട് ഡേ ലോ വരെയുള്ള മൂവ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? ആദ്യം പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് ഈ ഒരു FEG ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യണം. ഈ ഒരു FEG ആണ് ഇവിടുത്തെ സോൺ. അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മൂവ് കൺസിഡർ ചെയ്യുകയേ ഇല്ല. കാരണം നമുക്ക് സിംപ്ലി ഒരു പ്രീവിയസ് ഡേ ലോയോ പ്രീവിയസ് ഡേ ഹൈയോ മാത്രം കിട്ടിയാൽ പോരാ. ആ പ്രീവിയസ് ഡേ ലോന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സോൺ അവിടെ അവൈലബിൾ ആയിരിക്കണം. ഇതാണ് ഞാൻ സിംപ്ലി പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ലൈക്ക് ഇപ്പൊ ചെയ്തൊന്ന് പ്ലേ ചെയ്യാം. അടുത്തത് എന്താ വരാൻ? ഓക്കെ, ഇനിയിപ്പോ ഇവിടുത്തെ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസിൽ ഇപ്പൊ ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി അല്ലേ? ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി. ഓക്കെ, ആൻഡ് അഗെയിൻ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തു? ഒന്ന് റീട്രേസ് ആയി. ഓക്കെ, ഇതൊക്കെ ഡെയിലി ചാർട്ടാണേ. ആൻഡ് ഞാനിവിടെ ഡിസ്കൗണ്ടും പ്രീമിയം വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇവിടെ ഡിസ്കൗണ്ടിൽ എനിക്കിവിടെ FEG അവൈലബിൾ ആണ്. ഡെയിലി FEG ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ ദിവസമാണ് ഞാൻ ട്രേഡിന് ഇരിക്കണേന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്യും, പ്രീവിയസ് ഡേ ലോ ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ ഈ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യണതിൽ. ഓക്കെ, അപ്പൊ ഞാൻ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു, കാരണം ഞാൻ ഈ ഒരു ഡേയിലാണ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യണില്ല? പ്രീവിയസ് ഡേ ഹൈയോ പ്രീവിയസ് ഡേ ലോയോ മാർക്കറ്റ് എടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ നോക്കി, നെക്സ്റ്റ് ഡേയിലും മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഡേ ഹൈ ഡേ ലോന്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞിട്ടുള്ള ഡേയും ഞാൻ വെയിറ്റിംഗിലാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത്? ഇത്രയും ദിവസങ്ങളിൽ എന്താ നടക്കുന്നത്? കൺസോൾട്ടേഷൻ, എക്സാക്ട്ലി കൺസോൾട്ടേഷൻ. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഈ ഒരു ഡേ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എപ്പോഴാണ് നമുക്ക് ഒരു മിറ്റിഗേഷൻ തരുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ആ ലോ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ അതിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യാൻ അതിനെ സപ്പോർട്ടായിട്ട് ഇവിടെ ആരുണ്ട്? ഡെയിലി FEG ആസ്
എന്തായിട്ടുണ്ട്, നമ്മുടെ കീ ലെവലായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഡെയിലി FEG ആണ് നമ്മുടെ ഇവിടുത്തെ കീ ലെവൽ. ആ കീ ലെവലിലേക്ക് പ്രീവിയസ് ഡേ ലോ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വന്നു. ആ പ്രീവിയസ് ഡേ ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നു, ഡെയിലി FEG മിറ്റിഗേറ്റ് ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരു ബൈ എൻട്രി കൺസിഡർ ചെയ്യാം. എവിടെ വരെ? ഈ ഒരു ഹൈ നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഹൈ കൺസിഡർ ചെയ്യാം, ഈ ഒരു ബുള്ളിഷ് ട്രേഡ് കൺസിഡർ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്, ഇപ്പൊ നമ്മൾ ഈ ഒരു ഡേയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈയും അല്ലെ ഈ ലോയും ഈ ഹൈയും മാർക്ക് ചെയ്യൂലേ എന്നൊരു ഡൗട്ട് വരാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഡേയിലാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി വലിയൊരു ക്യാൻഡിലിന്റെ അകത്താണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഇപ്പം ഇത് ചൊവ്വാഴ്ചയാണ്, ഇത് ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള, ട്യൂസ്ഡേ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ ആൻഡ് ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോസ് മാർക്കറ്റ് ഈ വെനസ്ഡേ ദിവസം ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തെന്ന് വിചാരിക്കാം. താഴെയുള്ള ലോ അല്ല, തൊട്ട് മുന്നത്തെ ദിവസത്തെ ലോ ടേക്ക് ഔട്ട് ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രോപ്പർ ഐഡിയ അല്ല, പ്രോപ്പർ സെറ്റപ്പ് അല്ല. എന്തുകൊണ്ടാ? There is സോൺ എന്തുകൊണ്ടാണ്? no, വന്നിട്ടില്ല. there സോൺ is no സോണിലേക്ക് zones. എത്തിയിട്ടില്ല. എങ്ങനെയാ? ഒരാൾ പറ. There, there കീ is no ലെവലില്ല. zones. എക്സാക്ട്ലി, നോ കീ ലെവൽ. എക്സാക്ട്ലി ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. ഇത്രയും സിമ്പിളാണ്. അതായത് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഒരു പ്രോപ്പർ കീ ലെവൽ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴേ ട്രേഡ് ഉള്ളൂ, ഈ ഒരു ലോ എടുത്തിട്ട് ഈ ഒരു കീ ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ട്രേഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഇപ്പം നിങ്ങൾക്ക് കുറെയൊക്കെ ക്ലിയർ ആയോ ഗൈസ്? ഇപ്പൊ കണ്ടോ, നമ്മുടെ ആ കീ ലെവലിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആക്ച്വൽ മൊമെന്റം, നമ്മുടെ ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മൊമെന്റം മാർക്കറ്റിൽ തരുന്നത്. ഓക്കെ, സോ 3 ദിവസം മൂവ്മെന്റ്, എങ്ങനെ 3 days ആണോ? പിന്നെ അത് കഴിഞ്ഞ് ഇത് ചാർട്ട് അല്ലേ? 3 ദിവസം 4 ദിവസം ആവില്ലേ പിന്നെ ആ ബ്രോ, പോയിന്റിലേക്ക് എത്താൻ നമ്മളെ? ആ നമുക്ക് ഈ ഒരു ഡെയിലിയിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നരേറ്റീവ് ആണ്, ഐഡിയ ആണ്. അതായത് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഉണ്ടല്ലോ ഈ ഡേയിൽ നിൽക്കുമ്പോൾ, ഓക്കെ, ഈ പെർട്ടിക്കുലർ ഡേയിൽ നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ഒന്ന് ഇങ്ങനെ റൺ വയ്ക്കണോ? ചെയ്യാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഡേയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിയ എന്താണ്? നമുക്ക് ഒരു ഐഡിയ അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡിസ്കൗണ്ടിൽ ഒരു കീ ലെവൽ ഉണ്ട്. ഈ കീ ലെവലിന് മാർക്കറ്റ് ഈ മൊമെന്റ് ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണം അന്നത്തെ ദിവസം. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യണില്ല അന്നത്തെ ദിവസം, ആ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യണില്ല. നെക്സ്റ്റ് ഡേയും എനിക്ക് എന്താണ് ഐഡിയ? ഈ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ബൈ എൻട്രി, ഇതാണ് എൻ്റെ ഹയർ ടൈം ഫ്രെയിം വ്യൂ, റൈറ്റ്? അപ്പോൾ മാർക്കറ്റ് അന്നത്തെ ദിവസവും നമ്മളിവിടെ എന്ത് ചെയ്യണില്ല, മാർക്കറ്റിൽ നമ്മളിവിടെ ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്കിവിടെ പാർട്ടിസിപ്പേഷൻ ഇല്ല. കാരണം എന്താ? ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേയും നമ്മുടെ വ്യൂ മാറുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യാണ്. ഹൈ അല്ലെങ്കിൽ ലോ പർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഈ ഒരു ലോ പർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് നോക്കാം? ബൈ എൻട്രീസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ഹൈ വരെ ട്രേഡ് കൊണ്ടുപോകും എന്നല്ല അതിനർത്ഥം. നമ്മൾ ട്രേഡ് ചെയ്യുക ചിലപ്പം 50 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒക്കെ ആയിരിക്കും. നമുക്ക് ഇവിടെ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ബയാസ് ഇവിടെ കിട്ടി, ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു നരേറ്റീവ് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഡേയ്സിൽ മാർക്കറ്റിൽ ഒരു മൊമെന്റ്, മുകളിലേക്കുള്ള മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാം. അതന്നെ ഒറ്റയടിക്ക് മാർക്കറ്റ് ഇവിടുന്ന് കയറി പോകുന്നല്ല. മാർക്കറ്റ് എങ്ങനെയേ പോവുള്ളൂ, ഒന്ന് മുകളിലേക്ക് പോകും, പിന്നെ കുറച്ച് താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. ഈ രീതിയിലേ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബയാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ലെവൽ, ഹയർ ടൈം ഫ്രെയിമിന്റെ മൊമെന്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ, ഈ ഒരു രീതിയിൽ ഹയർ ടൈം ഫ്രെയിമിനെ അനലൈസ് ചെയ്യുന്നത്. ഇതിനർത്ഥം നമുക്ക് വെനസ്ഡേ ട്യൂസ്ഡേ ഒന്നും ട്രേഡ് ഇല്ല എന്നാണോ എന്നാണ് ഗോഡ്വിൻ പ്രോ ചോദിച്ചത്. ലൈക്ക് ഇതിനർത്ഥം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ബയാസ് നമുക്ക് അന്നത്തെ ദിവസങ്ങളിൽ നോ ട്രേഡ് ആണ്. പക്ഷെ ലോവർ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് ചിലപ്പോൾ ട്രേഡ്സ് കിട്ടാം. കാരണം
ഇപ്പൊ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവറിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം താഴെ ഒരു കീ ലെവൽ ഉണ്ട് അല്ലെ. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിന് മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു കീ ലെവൽ താഴെ ഉണ്ട് എന്ന് നമുക്കറിയാലോ. അറിയില്ലേ ബ്രോ? അല്ലെ, നമുക്ക് ഇവിടെ ഒരു കീ ലെവൽ അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ, ഈ സെയിം എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ എനിക്ക് ഡെയിലി ഇവിടെ ഒരു കീ ലെവൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ കീ ലെവൽ ഇവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ കീ ലെവൽ മാർക്കറ്റിൽ ഇവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? കീ ലെവൽ ഇൻ ദ സെൻസ് ഇവിടെ നമുക്കുള്ളത് FEG ആണ് അല്ലെ, ഡെയിലി FEG ആണ്. ഈ കീ ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഐഡിയയും അത് തന്നെയായിരുന്നു അല്ലെ. മാർക്കറ്റ് ഈ ഒരു ഹൈന്റെയും ലോന്റെയും ഇടയിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ ഈ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ബൈ എൻട്രി, ആ ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ നമ്മൾ ഐഡിയ എന്ത് തന്നെയാണ്? മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരും എന്നുള്ളതാണ്. ശരിയല്ലേ? ഇപ്പൊ ഞാൻ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 1 അവറിലേക്ക് നോക്കുമ്പം എനിക്കിവിടെ മാർക്കറ്റിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതെന്താ? String blue. ദിസ് വൺ MSS. MSS. യെസ്, MSS. എക്സാക്ട്ലി. നമുക്കിവിടെ 1 അവറിൽ MSS കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. ശരിയല്ലേ? അതേപോലെ ഡിസ്കൗണ്ടും പ്രീമിയം കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? സിംപ്ലി എന്താ, ഈ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം മാർക്ക് ചെയ്യാം. എൻ്റെ പ്രീമിയം ഏരിയ ഇവിടെയാണ്. ഓക്കെ, ഈ പ്രീമിയം ഏരിയയിൽ എന്തെങ്കിലും ലിക്വിഡിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എനിക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രീമിയം ഏരിയയിലേക്ക്. യെസ്, മാർക്കറ്റ് പ്രീമിയം ഏരിയയിലേക്ക് എത്തുന്നില്ല, അതിനു മുമ്പ് തന്നെ അവിടുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ ഓക്കെ, ഇത് നമ്മൾ ഇന്ന് ലാസ്റ്റ് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു ലിക്വിഡിറ്റി പറയുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഇവിടെ ഒരു കാര്യം കിട്ടിയത് കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു ലിക്വിഡിറ്റി നിങ്ങൾക്ക് വന്നത് കണ്ടോ? ഐഡന്റിഫൈ ചെയ്തോ ആരെങ്കിലും? PD. ഈ ടൈറ്റായി പോയത് എന്താ? Price delivery. പ്രൈസ് ഡെലിവറി. ഇവിടെ നമുക്ക് ഒരു സോണ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ സോൺ ഏതാണെന്നറിയോ? ഇതെന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി പഠിച്ചൊരു Order കാര്യമാണ്. block. ഓർഡർ ബ്ലോക്ക് എന്തായതാണ്? This order block act as a resistance. അതെ അതെ, അതായത് ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു അല്ലെ. മുകളിലേക്ക് പോയ സമയത്ത് നമുക്ക് ഇവിടെ ഒരു BOS കിട്ടി. അപ്പോൾ ഉണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ഇത്. മാർക്കറ്റ് ഇവിടെ വന്ന് ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റൂള് വന്നു ഇവിടെ? Breaker block, right? ബ്രേക്കർ ബ്ലോക്ക്. ബ്രേക്കർ ബ്ലോക്ക് നമ്മളിവിടെ പറയുന്നില്ല, ലൈക്ക് SMCയിൽ പറയുന്നില്ല, എങ്കിലും ഇത് ബ്രേക്കർ ബ്ലോക്ക് ആണ്. ഇതെന്തായി? റോൾ ഓഫ് റിവേഴ്സൽ വന്നില്ലേ? Roll of reversal. Yeah. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരാൻ ഇവിടെ എന്തുണ്ട്? Equalize. ഈക്വൽ ഹൈസ് ഉണ്ട്. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? PD. PD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടുന്ന് നല്ലപോലെ ഡ്രോപ്പ് ആയി. ഇത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് അലൈൻ അല്ലേ? കാര്യം ഹയർ ടൈം ഫ്രെയിമിൽ ഡെയിലിയിൽ നമ്മുടെ വ്യൂ എന്താണ്? സിംപ്ലി ഈ ഒരു ലോ എടുത്തിട്ടുള്ള മൂവ്മെന്റ്, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ കാര്യം. അപ്പോൾ ഈ ഒരു ലോ എടുക്കുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാം? ബിയറിഷ് ട്രേഡുകൾ ഇവിടെ നോക്കിക്കൂടെ? ഓക്കെ, അപ്പോൾ ഓക്കെ ബ്രോ, അന്നത്തെ മനസ്സിലായി. അന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ഇല്ല എന്നുള്ളതല്ല. നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിനെ ഈക്വൽ ചെയ്യുന്ന ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്കത് ട്രേഡ് ചെയ്യാം, പ്രശ്നമല്ല. പിന്നെ ഗൈസ്, എല്ലാ ദിവസവും ട്രേഡ് വേണം എന്നില്ല. ഓക്കെ, അത് നമ്മളെ സൈക്കോളജി അതേപോലെ ആ സെഷനിൽ നമ്മൾ പറയും, ലൈക്ക് നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് വേണ്ട. ആക്ച്വലി നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതായാൽ ലൈക്ക് എന്താ പറയാ, എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കണം എന്നൊരു മെന്റാലിറ്റി ആവും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡ്
എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ട്രേഡ്സ് എടുക്കുക. അത് മിനിമം ഒരു 3 hour വിൻ റേറ്റ് ഉള്ള ട്രേഡ്സ് എടുക്കുക. ഓക്കെ, നമുക്ക് ഇപ്പൊ നമുക്കിപ്പോ ഒരു 3 hour ഉള്ള വിൻ റേറ്റ് ഉള്ള ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സപ്പോസ് നമുക്ക് 3 hour ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ റിവാർഡ് എന്നുണ്ടെങ്കിൽ -1 hour ആണ് നമുക്ക് വരുന്ന ലോസ് അല്ലേ. അപ്പൊ നമുക്കൊരു വീക്കിലി നമ്മളൊരു ഒരു 3 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയില്ലേ. കാര്യം നമുക്ക് സപ്പോസ് ഇവിടെ നമുക്കൊരു 50% എങ്കിലും വിൻ റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 50% നിങ്ങൾ എടുക്കുന്ന, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 4 ട്രേഡ് എടുത്തു. ഓക്കെ, 50% ആണ് നിങ്ങളെ വിൻ റേറ്റ്. അതായത് നിങ്ങൾ 4 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 2 ലോസ് ആവും, 2 വിൻ ആവും. ഇതാണ് ആ 50% നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ആ 50%ൽ നിങ്ങൾക്ക് 2 ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ -2 hour ആയി. ഓക്കെ, -2 hour ആയി. ഇനി അതേസമയം നിങ്ങൾക്ക് അവിടെ എത്ര വിന്നും കൂടി ഉണ്ട്? 2 വിന്നും കൂടി ഉണ്ട്. എത്രയാ? 6 hour. 6 hour -2 hour അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ നിങ്ങളുടെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ 4 hour+ ആണ്. അതായത് നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണോ റിസ്ക് ചെയ്യുന്നത് അതിന്റെ 4% അപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? മാർക്കറ്റിൽ നിന്ന് റിവാർഡ് കിട്ടുന്നുണ്ട്. അത് വെറും ഒരാഴ്ചയിൽ 4 ട്രേഡ് മാത്രം പുഷ് ചെയ്യുമ്പോൾ, അതും 50%, 2 ലോസായി 2 വിന്നായാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാർക്കറ്റിൽ നിന്നുള്ള റിവാർഡ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറെ ട്രേഡ്സ് എടുക്കുക എന്നുള്ളതല്ല, ക്വാളിറ്റി ട്രേഡ്സ് എടുക്കുക. ആ ട്രേഡ്സ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ കുറെ പറഞ്ഞത്. അതായത് നിങ്ങൾ എത്രത്തോളം സ്ട്രാറ്റജി ഇങ്ങനെ കുറെ പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം റിസ്ക് മാനേജ്മെന്റ് എത്രത്തോളം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഫിറ്റബിലിറ്റിനെ തീരുമാനിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണോ ഗൈസ്? ഈ ഒരു ട്രേഡ് ഐഡിയ വന്നതിന്റെ റീസൺ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ലിക്വിഡിറ്റി സെഷന്റെ മെയിൻ കാര്യങ്ങൾ. ഈ 4 hourന്റെ ഹൈസ് ആൻഡ് ലോസിന്റെ കാര്യം നമ്മളോട് പറഞ്ഞു, ഡെയിലി വീക്ക്ലി ഒക്കെ പറഞ്ഞു. 4 hourന്റെ എക്സാമ്പിൾ. ഓക്കെ, 4 hourന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇപ്പോ ഈ ഒരു ലോ കണ്ടില്ലേ ബ്രോ? ഈ ഒരു ലോ, ഇത് നമുക്കൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു 4 hourന്റെ ലോ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റൂൾ, നമുക്ക് 4 hourൽ ഒരു ലോ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ 4 hourൽ ഒരു ഹൈ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവണമെന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടി അവിടെ വേണം. 4 hour അല്ലെങ്കിൽ എബോവ് ടൈം ഫ്രെയിമിലുള്ള എന്ത് അവിടെ വേണം? അവൈലബിൾ ആയിരിക്കണം. Zone. സോൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡിമാൻഡ് ഏരിയ ആവാം. ഓക്കെ, ചിലപ്പം എന്താവാം? ഓർഡർ ബ്ലോക്കുകളാവാം. ചിലപ്പോൾ എന്താവാം? FEGകളാവാം. ഓക്കെ, അങ്ങനെ ഒരു സോണുകൾ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കിയിട്ട് അത് എടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ ആ 4 hourന്റെ കേസ് പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി ഈക്വൽ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് കണ്ടോ? ഇപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈക്വൽ ലോ ആണ്. ഓക്കെ, ഞാൻ 1 hourലേക്ക് വരാം. 1 hourലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ 1 hour നമ്മൾ നേരത്തെ കണ്ട അതേ ഏരിയ. അപ്പോൾ നമ്മളവിടെ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമുക്ക് എന്തുണ്ട്? IDM ഉണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് ആ ഒരു ഏരിയ അവിടെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് അഗെയിൻ നമുക്കിപ്പം ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതെന്താണ് ആക്ച്വലി? ഇവിടെ നമുക്ക് ഒരു PD ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് ഒരു PD ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ട്. ഓൾസോ നമുക്കിവിടെ മുന്നേ ഉണ്ടാക്കിയ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ,
ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്. പി ഡി ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റ് ഇവിടേക്ക് വന്നത്, ഇവിടെ നമുക്കൊരു IDM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു PDയോട് കൂടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് മാർക്കറ്റ് ഇത് ഫെയിലായി മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു 1 അവറിൽ മാത്രം ചിലപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു ഫെയില് നമുക്ക് ഇവിടെ കിട്ടുക. നമ്മളെപ്പോഴും ഒരു സ്റ്റിക്ക് ഒരു 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 ചാർട്ട് റീഡ് ചെയ്യണ സമയത്ത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ എപ്പോഴും നിങ്ങൾ നോക്കുക. നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് 50 മിനിറ്റ് എടുത്താണ്ട് പിന്നെ 4 അവർ എടുക്കരുത്. ഓക്കെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി 4 അവർ അവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. കാര്യം ഞാനിപ്പം ഇങ്ങനൊരു ഐഡിയ ആണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ, ഇവിടെ ഒരു PD. ഓക്കെ, ഓൾസോ ഈ ഈക്വലൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈക്വലോസർ ക്രിയേറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു IDM, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നു. ഒബ്വിയസ്ലി ഞാൻ ഇവിടുന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് ഒരു ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യും. ശരിയല്ലേ? ഇവിടുന്ന് താഴേക്കുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ? Yes, sir. യെസ്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ 1 അവറിലേക്കാണ് വന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? 4 അവറിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇനിയാണ് നിങ്ങൾ 4 അവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി എന്തുണ്ട്? ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു ഐഡിയ, ഞാൻ പറഞ്ഞ ഒരു ഓർഡർ ബ്ലോക്ക് ഐഡിയ അല്ലെങ്കിൽ 1 അവറിന്റെ ഓർഡർ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 4 അവറിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടെൻഡൻസിഡ് ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? ലൈക്ക് ഇവിടെ മാർക്കറ്റിൽ വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, വീണ്ടും ഇവിടെ മാർക്കറ്റ് നല്ല പോലെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ FEG ഒന്നുമില്ല, കുഴപ്പമില്ല. മാർക്കറ്റിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു കഥ ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ 1 അവറിൽ എന്താണോ നിങ്ങൾ കണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 അവറിലും ഡെയിലിയിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഇല്ലാത്തൊരു നെറേറ്റീവ് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങും. കാര്യം ഇവിടെ ആക്ച്വലി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്, അത് റെഡിയാണ്. വീണ്ടും ഇവിടെയും ഒരു ബ്രേക്ക് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ബ്രേക്ക് സ്ട്രക്ചർ നടന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തില്ല? 4 അവറിൽ ഒരു FEG ഇല്ല. ശരിയാണോ? ഇവിടെ നമുക്ക് 4 അവറിന്റെ ഒരു FEG ഇവിടെ അവൈലബിൾ അല്ല. അതേസമയം ഇവിടെ നോക്കിയേ, ഈ ബ്രേക്ക് സ്ട്രക്ചർ നടക്കുമ്പം ഇവിടെ മാർക്കറ്റിൽ വലിയൊരു FEG ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇവിടെ മാർക്കറ്റിൽ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു Order block. ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ 1 അവറിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുകളിൽ 2 സോണുകൾ അവിടെ ഉണ്ട്. ഓൾസോ ഇത് 4 അവറിന്റെ എന്തും കൂടിയാണ്. 4 Powerful അവറിന് ആണ്. 4 അവറിന്റെ ഹൈ ആണ് അല്ലെ? 4 അവർ ഹൈ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും? ഒന്നുകിൽ ഈ ഒരു ഹൈ എടുത്തിട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് 4 അവറിന്റെ ഐഡിയ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിന്റെ ഐഡിയ എടുത്തിട്ട് വേണം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ എന്ന് പറയാനുള്ള മെയിൻ റീസൺ. ഓക്കെ, ഇത്തരത്തിലുള്ള കുറെ മാനിപ്പുലേഷൻസ് നിങ്ങൾക്ക് പറ്റാം. അത് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ലിക്വിഡിറ്റി സെഷൻസ് ഒക്കെ പഠിച്ചതിലൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ് കിട്ടുന്നുണ്ട് ഇപ്പൊ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി പ്രാക്ടിക്കലി ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകണുള്ളൂ. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കിത് എല്ലാം തമ്മിലൊരു കോറിലേഷൻ കിട്ടും. ഓക്കെ, ആ കോറിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഇന്നത്തെ ഇതിപ്പോ നമ്മള് സെഷനിൽ നമുക്ക് ഇത്ര ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എൻട്രി ടെക്നിക്സിലേക്ക് കടക്കൂട്ടോ.
ഓക്കെ, ഇനി ഡൗട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ചോദിക്കാം. ഇതിപ്പോ ഒരു ഡേ മോർണിംഗിലെ നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉം. ഫസ്റ്റ് നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കേണ്ടത്? ഇപ്പൊ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. ഞാൻ സജസ്റ്റ് ചെയ്യണത് ഫ്രം വീക്കിലി നോക്കി തുടങ്ങാനാ. ഓക്കെ, വീക്കിലി തന്നെ നിങ്ങൾ നോക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ, വീക്കിലി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വീക്കിലി, ഡെയിലി, 4 അവർ. ഈ 4 അവർ 30 മിനിറ്റ് 3 മിനിറ്റ് ആണെങ്കിലോ ഇങ്ങനെ? 4 അവർ നിങ്ങൾ 4 അവർ ആണ് ഹൈ ടൈം ഫ്രെയിം വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളിപ്പോൾ 30 മിനിറ്റ് 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. ഒരു പ്രിഫേർഡ് മെത്തേഡ് ഇല്ല ബ്രോ, ലൈക്ക് ഇതാണ് ശരി അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ അതിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ബേസ് ആക്കിയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാക്ക് ടെസ്റ്റ് ഡാറ്റ ആദ്യം എടുക്കുക. അതായത് 4 അവറിന്റെ ഹയർ ടൈം ഫ്രെയിം അതിൽ എന്താണ് വന്നതെന്ന് എഴുതി വെക്കുക. ഇന്ന് തിരിച്ച് 1 അവറിലേക്ക് മാറ്റുമ്പോൾ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയ ആ ഒരു സോണിലേക്ക് വന്നപ്പോൾ എന്താണ് റിയാക്ട് ചെയ്തതെന്നുള്ളത് എഴുതി വെക്കുക. അങ്ങനെ ഒരു പ്രോപ്പർ ബാക്ക് ടെസ്റ്റ് ഡാറ്റ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, Sir, ആ we have learned 4 to 5 liquidity things like OB, FVG, and highs and lows, PD, IDM, that all are liquidity concepts. യെസ് If you are taking one trade, that is, we have marking one trading zone, trading range, all this 5 is not mandatory, right? റൈറ്റ്. We do We do not want to expect all these 5s. no. When it happen all together, it is high probable one. That's it. Okay, fine. Okay. Sometimes only 1 or 2 or 3 items like that only available. Yeah, right. Okay. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഗോൾഡിന്റെ ചാർട്ടില് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആസ് പെർ സ്ട്രക്ചർ ഇതെന്തല്ല, ഒരു MSS ആണോ? Yes, sir. ഇത് MSS ആണ്. Mm. ലിക്വിഡിറ്റി വൈ നോ? ഇതെന്തുകൊണ്ട് MSS അല്ല? അല്ലേ? ആണല്ലോ. ബ്രേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ബോഡി ബ്രേക്ക് ഉണ്ടല്ലോ അല്ലേ? ഇറ്റ് ഈസ് ആ MSS. അതെ. ഞാൻ സ്ട്രക്ചർ നിങ്ങളെ പഠിപ്പിച്ചത് ഈ രീതിയിലാണോ അതോ ഈ രീതിയിലാണോ? ഫസ്റ്റ് ഓർ സെക്കൻഡ്? സെക്കൻഡ്. Second സെക്കൻഡ് one. വേണം. സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡ്. അല്ലേ? ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കണേ? സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ? സെക്കൻഡ് വേണം. സെക്കൻഡ്. ഇവിടെ ഞാൻ നിങ്ങൾക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ കുറെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചണല്ലോ അല്ലേ? ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ലൈക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ MSS ആക്കി എടുക്കുന്നില്ല എന്നുള്ളതിന്റെ കുറെ റീസൺ ഉണ്ട്. മെയിൻ റീസൺ, ഫസ്റ്റ് വൺ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ മാപ്പിംഗ് തന്നെയാണ്. നമ്മൾ എന്താ എഴുതുന്നത്, നമുക്ക് ബ്രേക്ക് എബോവ് വേണം അല്ലേ? ബ്രേക്ക് എബോവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തെന്നല്ല, അത് ബ്രേക്ക് ചെയ്ത് തന്നെ പോകണം. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. ലൈക്ക് ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് ഒരു ഡിസ്പ്ലേസ്മെന്റ് തരണം, റൈറ്റ്? പക്ഷെ ഇവിടെ എന്താ ചെയ്തേ, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് അപ്പൊ തന്നെ ഇവിടെ താഴേക്ക് ഇറങ്ങിയില്ലേ നെക്സ്റ്റ് ക്യാൻഡിലെ? ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് ഇറങ്ങി. നമ്മുടെ ആ ഒരു നമ്മൾ പഠിച്ച ആ ഒരു സ്ട്രക്ചറാണ്, അഡ്വാൻസ്ഡ് മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇവിടെ ആക്ച്വലി വർക്ക് ആയത്. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഏരിയ കാണാവോ? ഇത് നമ്മൾ ഇവിടെ ഒരു Gap.
ഗ്യാപ്പും ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് കിട്ടി, അഗെയിൻ മാർക്കറ്റിൽ ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇവിടെ FEG ഉണ്ട്, കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഞാൻ ഇപ്പോൾ 1 അവർ മാത്രമേ നോക്കിയിട്ടുള്ളേ, 4 അവറിലേക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാ ഗ്യാപ്പുകളും മാർക്കറ്റ് ഫില്ല് ചെയ്യും എന്നല്ല, ഇവിടെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എങ്ങോട്ടേക്ക് ഇവിടെ നമുക്ക് റിയാക്ഷൻ കിട്ടി അല്ലെ. ഈ ഒരു ഗ്യാപ്പിലേക്ക് വന്നപ്പം കാൻഡിൽ എന്ത് ചെയ്തു, താഴത്തേക്ക് ഇറങ്ങി. കറക്റ്റ് അല്ലേ? നിങ്ങൾ മാർക്കറ്റ് റീഡ് ചെയ്യേണ്ടത് ഈ ഒരു വിധാണ്, ശ്രദ്ധിക്കുക. ലൈക്ക് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിലേക്ക് വന്ന് ഫില്ല് ചെയ്ത് ഇവിടുന്ന് റിയാക്ഷൻ കിട്ടി. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് പോണില്ല. ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ ഈ ഒരു MSS അവിടെ സാധ്യമാവുള്ളൂ. കാര്യം ബയേഴ്സ് വരണം അല്ലെ, ബയേഴ്സ് വരും. അപ് ട്രെൻഡ് മാറി, സോറി ഡൗൺ ട്രെൻഡ് മാറി അപ് ട്രെൻഡിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ MSS എന്ന് വിളിക്കുക. MSS എന്ന് വിളിക്കണം എന്ത് ചെയ്യണം, സെല്ലേഴ്സ് ഉള്ള ഏരിയ ബ്രേക്ക് ചെയ്യണം. കറക്റ്റ് അല്ലേ? പക്ഷെ ഇവിടെ സെല്ലേഴ്സ് ഉള്ള ഏരിയ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായേ? മാർക്കറ്റ് ഇവിടെ എത്തിയപ്പം റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ ഈ MSS ഓക്കെ ആണ്. പക്ഷെ ഇവിടെ അത് ബ്രേക്ക് ചെയ്തോ? ഇല്ല, മാർക്കറ്റ് അതിനകത്ത് നിന്ന് വീണ്ടും ഇവിടുന്ന് റിയാക്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യം ഐഡിയ മനസ്സിലായോ? ഹലോ ഹലോ ആ ബ്രോ പറഞ്ഞു. നമ്മളിപ്പോ ഒരു സെൽ സൈഡ് വരുന്ന ഒരു ചാർട്ടിനകത്ത് അത് ഒന്ന് ബൈ സൈഡിലേക്ക് തിരിയാൻ നേരം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത് ഈ ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് വേണോ അതോ വിക്ക് ക്ലോസ് ആയിട്ട് വേണോ? ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസ് ആവണം. അതന്നെ സിംപ്ലി ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. ഫുള്ളായിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. ഫുൾ ആയിട്ട് തന്നെ. ഓക്കെ ഓക്കെ, ഓക്കെ, ഫുൾ ആയിട്ട് ഓക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കോൺസോമി വെച്ചിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഫിജി വെച്ച് അവിടെ ഒരു എൻട്രിക്കുള്ളൊരു കൺസിഡർ ചെയ്യാം ബ്രോ. അപ്പൊ ആ എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ആ ഒരു മാർക്കറ്റ് തിരിച്ചു വരുന്നത് PD ക്രിയേറ്റ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് എന്തെങ്കിലും ലിക്വിഡിറ്റി അവിടെ ലെഫ്റ്റ് ചെയ്തിട്ടാണോ, തിരിച്ച് മാർക്കറ്റിന് കയറി പോവാൻ ഇവിടേക്ക് എത്താൻ അല്ലെ. നമ്മളിപ്പം മാർക്കറ്റ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇപ്പൊ MSS കിട്ടി. ഓക്കെ, MSS കിട്ടി, മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോവാൻ ഇവിടെ എന്തെങ്കിലും ലിക്വിഡിറ്റി വേണം. ആ ലിക്വിഡിറ്റി അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഈ പറയുന്ന ഹൈസ് ആൻഡ് ലോസ്, IDM PD ഒക്കെ നമ്മൾ പഠിച്ചേ. ക്ലിയർ? Once we marked the trading range means after that we have to find the liquidity areas. Exactly. That's our next Yes, concept. exactly. ബ്രോ ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും മറ്റേ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ലല്ലോ? കൺസിഡർ ചെയ്യും, ബട്ട് ഇത് ലിക്വിഡിറ്റി തന്നെയാണ്. ആക്ച്വലി ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് പ്രസൻസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഗ്യാപ്പുകൾ വരുന്ന സമയത്തുള്ള ചാർട്ടുകൾ കൂടുതൽ നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴേ മാത്രമേ നിങ്ങൾക്ക് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് കിട്ടുള്ളൂ. അത് ലിക്വിഡിറ്റി ആണ്. ഓക്കെ ബ്രോ. സെഷൻ ലിക്വിഡിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് എൻട്രി ടെക്നിക്സിൽ. നെക്സ്റ്റ് ഇതിൽ നമ്മൾ സെഷൻ ലിക്വിഡിറ്റി പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇനി നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത് ആകെ ഒരു ലിക്വിഡിറ്റി ലൈക്ക് ഒരു നമ്മൾ ഏഷ്യൻ റേഞ്ച് വെച്ചിട്ടുള്ള ഒരു എൻട്രി മോഡൽ പറയുന്നുണ്ട്. നമ്മൾ SMCയിൽ വരുന്ന ഹൈ പ്രോബബിൾ മോഡൽസ് പറയുന്നുണ്ട്. ഓക്കെ, ഹൈ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം സ്വിച്ച്. ഇനി ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. എങ്ങനെ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് എടുക്കാം, ഹൈ ടൈം ഫ്രെയിമിന് നരേറ്റീവ് എടുത്തിട്ട് എങ്ങനെ നമുക്ക് മാറ്റി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇന്നത്തെ സെഷനിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്കിപ്പോ കുറെയൊക്കെ കാര്യങ്ങൾ കത്തുന്നില്ലേ? പഴയ ലെവലല്ലല്ലോ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ലൈക്ക് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ലൈക്ക് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മാത്രം അപ്പോഴേ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇനി അതിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ലൈക്ക് നമ്മളിങ്ങനെ ഒരു പസില്
ഒക്കെ ഇങ്ങനെ സോൾവ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ വെച്ച് പോവാണ്. ഓക്കെ, നമ്മൾ ചാർട്ടിന് മുമ്പിൽ ഇരിക്കുമ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പഠിച്ചേ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക്, ഓക്കെ, നമുക്കൊരു ലോജിക്കൽ റീസണിങ് കൊടുക്കാൻ പറ്റണം. ഓക്കെ, നമുക്ക് ലോസ് വരാം, അത് ഒബ്വിയസ്ലി പോസിബിൾ ആണ്. നമുക്ക് വിന്നും വരാം, അതും ഒബ്വിയസ്ലി പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വിൻ വന്നു, എന്തുകൊണ്ട് ലോസ് വന്നു, അത് നമുക്ക് നമുക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പിന്നെ നോട്ട് എഴുതി വെക്കാറുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എത്ര പേര് നോട്ട്സ് ആക്കിയിട്ട് വെക്കാറുണ്ട്? അങ്ങനത്തെ ശീലം ഉണ്ടോ? നോട്ട്സ് ഉണ്ട്. യാ ചെയ്യാത്തവരുണ്ടോ? ചെയ്യുന്നവർ കുറെ പേരുണ്ട്. ഓൾഡ് സ്കൂൾ നോട്ട്സ്, യെസ്, നോട്ട്സ് ഉണ്ട്. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? Sir, as of now, I didn't take any notes, sir. But after class is over, I'll again watch the videos from the beginning and I'll take the detailed notes. ഓക്കെ ഓക്കെ, ആക്ച്വലി നിങ്ങൾ നോട്ട്സ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോവാ. ഓക്കെ, കാര്യം നമുക്ക് പിന്നെ ഈ ഒരു ക്ലാസ് തുടങ്ങുമ്പോഴേ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ജേണൽ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ശീലം വരുള്ളൂ. കാര്യം ഏറ്റവും നമുക്ക് ട്രേഡിങ്ങിൽ ഒരാൾക്ക് ട്രേഡ് എടുക്കാൻ ബൈ ഓർ സെൽ ബട്ടൺ നിൽക്കാൻ, അല്ലെങ്കിൽ പിന്നെ ബ്രോക്കറിന്റെ ആപ്പ് തുറന്ന് ചുമ്മാ ഡെപ്പോസിറ്റ് ചെയ്ത് ബൈ സെൽ നിൽക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ നമുക്കൊക്കെ നമ്മളെ മൈൻഡിലൊക്കെ ഉള്ള വലിയൊരു വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളോട് എത്ര ജേണൽ ചെയ്യണം എത്ര ജേണൽ ചെയ്യണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ആരും ജേണൽ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അത് ആ ഒരു ടിപ്പിക്കൽ മെന്റാലിറ്റി ഉണ്ടല്ലോ, ഇന്ത്യ ഈ ഒരു ടിപ്പിക്കൽ മെന്റാലിറ്റി അത് നിങ്ങൾ മാറ്റിയെടുക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ജേണൽ ചെയ്ത് പ്രൂഫ് കാണിച്ചിട്ട്. ഓക്കെ, ഞാൻ അത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ജേണലാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് മോട്ടീവ് എന്ന് പറയുന്നത്. ജേണൽ ഇൻ ദ സെൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ജേണൽ ചെയ്യുക. പഠിക്കുന്ന സമയത്ത് എങ്ങനെ ജേണൽ ചെയ്യണം, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആ, ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പം ഒരാൾ ഇതിനെ MSS ആയിട്ട് എടുത്തു അല്ലെ, നമ്മൾ കുറെ പേര് ഇതിൽ MSS എന്ന് പറഞ്ഞു. അപ്പം ഒബ്വിയസ്ലി ഇവിടുന്ന് എന്തൊക്കെ വരക്കാൻ തുടങ്ങും, ഇവിടുന്ന് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരക്കാൻ തുടങ്ങും. ഓക്കെ ഓക്കെ, ഡിസ്കൗണ്ടും പ്രീമിയം വരച്ചു. ഓക്കെ, ഇനി ആ ഒരു ഡിസ്കൗണ്ടും പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഡിമാൻഡ് ഏരിയ അല്ലെ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇതെടുക്കും അല്ലേ, കറക്റ്റ് അല്ലേ? എന്നിട്ട് അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരുന്ന രീതിയൊക്കെ നോക്കി, യെസ്, അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, ഇവിടെ PD ആയിട്ടൊന്നുമില്ല, ഇവിടെ കൈൻഡ് ഓഫ് ഒരു IDM പോലെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ ഒരു ഏരിയയിലെത്തിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ട്രേഡ് ഐഡിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജേണൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്കിവിടെ ഒരു MSS കിട്ടി. ഓക്കെ, എങ്ങനെ MSS കിട്ടി? ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തു. നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇങ്ങനെ ഈ ഒരു ചാർട്ടിൽ വരക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഇത് അവിടെ റെക്കോർഡിൽ എഴുതി വെക്കണം, ഗോട്ട് ഓർഡർ ബ്ലോക്ക് ഓൺ ഡിസ്കൗണ്ട്. ഓക്കെ, അത്ര മതി. പിന്നെ ഗോട്ട് IDM ടു ദാറ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അത്ര മതി. പിന്നെ നെക്സ്റ്റ് ഐഡിയ, ട്രേഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള റിയാക്ഷൻ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള ബുള്ളിഷ് എൻട്രി, ഇതാണ് എൻ്റെ ഐഡിയ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാർട്ട് ഇവിടെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താ, ഗോട്ട് MSS. ഓക്കെ, സെക്കൻഡ് ഗോട്ട് ഓർഡർ ബ്ലോക്ക് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, തേർഡ്ലി എനിക്ക് പിന്നെ IDM ടു ദ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഫോർത്തില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇട്ടാണ്ടോ. ഓക്കെ, വാവ്, IDM ടു ഓർഡർ ബ്ലോക്ക്, പെർഫെക്റ്റ് എൻട്രി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളെ മൈൻഡിൽ എന്താണോ വരുന്നത് അതും വരെ നിങ്ങൾക്ക് ഈ ഒരു ജേണലിനകത്ത് എഴുതി വെക്കാം. ഫിഫ്ത്ത് വൺ, ഇതിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ റിസൾട്ട് എഴുതാം. ഓക്കെ, Wrong അപ്പോൾ entry. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിലായി. അപ്പോൾ നിങ്ങൾ ഓർഡർ ബ്ലോക്ക് ഫെയിൽഡ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ്, മൈ അനാലിസ് ജസ്റ്റ് ഗോട്ട് റോങ്. ചിലപ്പോൾ നിങ്ങളെ മൈൻഡിൽ വാട്ട് ഈസ് ദിസ് ഇങ്ങനെ വരാം.
അല്ലെ എന്താ അത്, ഞാൻ പഠിച്ചൊന്നും കറക്റ്റ് ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് ആ ജേണലിൽ എഴുതാം. നെക്സ്റ്റ് Seventh നിങ്ങൾ ആ point, sir. Seventh point. യാ Please check higher time ഓക്കെ frame. യെസ് എക്സാക്ട്ലി. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു 7th പോയിന്റ് ആയിട്ട് വൈ ഇറ്റ് വെന്റ് റോങ്, ഇവിടെയാണ് ആക്ച്വൽ നിങ്ങളുടെ അനാലിസിസ് നടക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു റിസൾട്ട് അറിയാം, എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചെന്നുള്ളൊരു റിസൾട്ട് അറിയാം. അതിന്റെ ഒരു ആൻസർ വൈ ഇറ്റ് വെൻ റോങ് നിങ്ങൾ ഇവിടെ വെച്ച് അത് എൻഡപ്പ് ചെയ്യരുത്. ഇതുവരെ നിങ്ങൾ ഭയങ്കര ഉഷാറാക്കി എഴുതും, ഭയങ്കര സെറ്റാക്കിയിട്ട് എഴുതും. ഓക്കെ, നിങ്ങൾ ഒരു ടി പി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൈ ഇറ്റ് വെന്റ് ടി പി എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തു. പക്ഷെ എപ്പോഴാണോ നമ്മുടെ അനാലിസിസ് തെറ്റിന്ന് കാണണേ, അപ്പം നമുക്ക് ഈ വൈ ഇറ്റ് വെൻ റോങ് എന്നുള്ള ആൻസർ നിർബന്ധമായിട്ടും അവിടെ കൊടുത്തേ പറ്റൂ. എന്തുകൊണ്ടത് റോങ് ആയി, എനിക്ക് ഇവിടെ കിട്ടിയതിൽ ഏതൊക്കെ റോങ് ആയി, ഈ MSS ശരിയായിരുന്നു, MSS റോങ് ആയിരുന്നു, പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ MSS ഫസ്റ്റ് സ്റ്റെപ്പിനവിടെ റോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അപ്പോൾ ആൻസർ കിട്ടി, MSS ഇവിടെ സംഭവിച്ച MSS റോങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക വൈ, എന്തുകൊണ്ടാണ് ആ MSS റോങ് ആവാനുള്ള റീസൺ. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുക, ഇവിടെ എന്തെങ്കിലും സപ്ലൈ സോണുകൾ ഉണ്ടായിരുന്നോ, ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നോ, FEG ഉണ്ടായിരുന്നോ, അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. ഇതാണ് ആക്ച്വലി നിങ്ങൾ ലേൺ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാത്തിലൂടെ പോയാലേ നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഹലോ. ആ ബ്രോ. ആക്ച്വലി പക്ഷെ അവിടെ ഒരു 1:2 വകുപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ അതുണ്ട്. അത് ഉണ്ട് ബ്രോ, ലൈക്ക് ബ്രോ പറഞ്ഞ് കറക്റ്റ് ആണ്. ഇവിടെ 1:2 എന്നുള്ള വകുപ്പുണ്ട്, മാർക്കറ്റ് ഇത്രയും മൂവ്മെന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്, അതിന് Some തെറ്റൊന്നും people പറയാനില്ല. will try for ബട്ട് 1:3, 1:4 also, sir. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ ഒരു 1 അവറിന്റെ ട്രേഡ് ഒന്നും അല്ലെങ്കിലും ഇപ്പൊ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1:2 ഒക്കെ ഉണ്ട്, 1:2 നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അല്ല, നമുക്കിപ്പം നോക്കുമ്പം ഇപ്പൊ ഇങ്ങനത്തെ ഒരു MSS റോങ് ആയാലും ഈ 1:2, 1:2.5 ഒക്കെ RR റേഷ്യോ നോക്കുന്നവര് കാണുമല്ലോ. അപ്പൊ അവർക്കൊരു 50% വിന്നിങ് റേറ്റ് കാണത്തില്ലേ ഈ 1:3യും 4-നേക്കാളും? 1:2 ഞാൻ 1:3 ആണ് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് 1:2 എടുക്കാം. ഓക്കെ, 1:2 എടുക്കുമ്പോൾ ഒരു റീസൺ, ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിനിമം ഒരു 50% വിൻ റേറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, 1:3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 33% വിൻ റേറ്റ് മതി. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് എൻട്രി എടുത്തൂടെ എന്നുള്ള ചോദ്യം. ഇവിടെ ആക്ച്വലി ഇപ്പൊ സപ്പോസ് ഇതൊരു MSS ആക്കി ഒരാൾ എടുത്തു, ഇവിടുന്ന് നിങ്ങൾ ഒരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുത്ത് നിങ്ങൾക്ക് ഈ ട്രേഡ് പുഷ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യുമ്പം അയാളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഈ ഹൈ ആയിരിക്കും. നിയർ ബൈ ലിക്വിഡിറ്റി അല്ലേ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ 1:2 എൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ, ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ വീണ്ടും ഈ ഒരു പുഷ് ഇങ്ങനെ മുകൾക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക് ഒക്കെ, ഈ ഒരു ഇന്റേണൽ ബ്രേക്ക് ഒക്കെ കാണുമ്പോൾ വീണ്ടും അടുത്ത ട്രേഡ് അയാൾ വീണ്ടും ഇവിടുന്ന് പുഷ് ചെയ്യാം. ഓക്കെ, പക്ഷെ അതൊക്കെ പിന്നെ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂവില് അയാളെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത് എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ വിൻ റേറ്റ് കിട്ടണം നിർബന്ധമല്ലല്ലോ. അതിനേക്കാൾ നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് താഴേക്കല്ലേ കിട്ടുന്നത് ബ്രോ. ഓക്കെ, ഓക്കെ, സാറാ യു ആർ മെയിൻറ്റെയിൻ 1:3, 1:3 ബ്രോ. ബ്രോ നമ്മുടെ ലിക്വിഡിറ്റി കൺഫേം ചെയ്യാൻ 4 അവർ ആണെങ്കിൽ മുകളിലേക്കും പോകണം, അതുപോലെ തന്നെ കൺഫർമേഷന് താഴത്തേക്കും വരണം അല്ലേ? ചെറിയ ഇതിലേക്ക് 50 മിനിറ്റ്സൊക്കെ വരണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ വരയ്ക്കാൻ വീക്കിലേക്ക് പോകണം, അങ്ങനെയല്ലേ? വീക്കിലിന്ന് 4 ഫോർ അവേഴ്സിലേക്ക് ഫോർ വരണം. അവർ 4 അവർ മുതൽ നമുക്കത് നോക്കാം.
പക്ഷെ നിങ്ങൾ ഏത് കൺഫർമേഷൻ ടൈം ചെയ്യണമെന്ന് ഫ്രെയിം പറയുമ്പോൾ ആണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിം മുതൽ നോക്കാം. എന്താ ബ്രോ ചോദിച്ചിങ്ങനല്ലേ നിങ്ങൾ ലിക്വിഡിറ്റി ഒക്കെ മാർക്ക് ചെയ്യേണ്ടത് ഫോർ ഹയർ ടൈം അല്ല ഫ്രെയിമിലും? അതെ അതെ അതാണ് നമ്മൾ പക്ഷെ കൺഫർമേഷൻ എടുക്കുന്നത് ഇപ്പൊ 4 hour ആണെങ്കിൽ ബ്രോ 50 അന്ന് മിനിറ്റ്. ഫസ്റ്റ് പറഞ്ഞത് അതെ അതെ 50 50 മിനിറ്റ്. മിനിറ്റ്സിലാണെങ്കിൽ നമ്മൾ കൺഫർമേഷൻ എടുക്കണം അല്ല അങ്ങനെയല്ലേ? അതെ 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 അതെ. ഓക്കെ 50 മിനിറ്റിൽ നമ്മൾ ഈ പറയുന്ന ഐഡിയം ഉണ്ടോ അല്ല പ്രൈസ് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കൂട്ടോ. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പോൾ അസൈൻമെന്റിലേക്ക് വരാം. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇന്ന് പഠിച്ച ഈക്വൽ ഹൈസ്, അതേപോലെ ഡെയിലി ഹൈസ് ആൻഡ് ലോസ്, ഓക്കെ, വീക്ക്ലി ഹൈസ് ആൻഡ് ലോസ്, പ്രീവിയസ് വീക്ക് ഹൈ, ഇതൊക്കെ മാർക്കറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഓൾസോ നിങ്ങൾ ഈ 4 hour ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് അവിടെ ഡെയിലി ആൻഡ് എബോ ടൈം ഫ്രെയിമിൽ കീ ലെവൽ ഉണ്ടോ എന്നുള്ളത് കൂടി മാർക്ക് ചെയ്തിട്ട് അയക്കുക. അതായത് ഇവിടെ തന്നെ ഒരു ചാർട്ട് കാണിക്കാം. ഡെയിലി ഐ തിങ്ക് യെസ്, ഡെയിലി നമ്മൾ ഡെയിലിയിലാണ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ഇവിടെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു അല്ലെ? പ്രീവിയസ് ഡേ ഹൈ ഈ ഒരു ദിവസം മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി അവൈലബിൾ ആണോ അല്ലേ, അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഡെയിലി ചാർട്ട് ഇടുക, അതേപോലെ വീക്ക്ലി ചാർട്ട് വേറെ ഇടുക. 4 hourന്റെ ചാർട്ട് ഉണ്ടല്ലോ, 4 hourന്റെ ചാർട്ട് സെപ്പറേറ്റ് ഇടുക. ഓക്കെ, അസൈൻമെന്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി തരാം. ലൈക്ക് ഇവിടെ വീക്ക്ലി വേണ്ടേ? വീക്ക്ലി വേണോ? എന്താ നിങ്ങളെ അഭിപ്രായം? വീക്ക് ടൈം ഫ്രെയിം ഉണ്ടായിക്കോട്ടെ അല്ലേ? ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഫൈൻഡ് പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ വിത്ത് പ്രോപ്പർ സോൺ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെയിം ഡെയിലി ടൈം ഫ്രെയിമിലും നിങ്ങൾ സെയിം കാര്യം തന്നെ ചെയ്യട്ടോ. ഓക്കെ, 4 hourലേക്ക് വരുമ്പം ഫൈൻഡ് 4 hour highs and lows as liquidity with proper zone to it. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, 1 hour ഹൈ ടൈം ഫ്രെയിം ആക്കി ട്രേഡ് ചെയ്യുന്നവർ 1 hour മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 1 hour 30 minute ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ 4 തന്നെ hour ഒന്ന് ഹൈ കോപ്പി ടൈം ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഇടാൻ പറ്റുമോ? വാട്സാപ്പിലേക്ക് ഇടാൻ പറ്റുമോ? ഇത്. ഓക്കെ ഓക്കെ, 1 hour also, sir. if you are trading 1 hour as your high time frame, you can. Okay, നിങ്ങൾ ആദ്യം 4 hour വീക്ക്ലി ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് സെറ്റായി എന്ന് കാണുമ്പോൾ 1 hourലേക്ക് മാറാം കേട്ടോ. Okay, sir. ഓക്കെ, സോ എനി ഡൗട്ട്സ്? അല്ല, When, നിങ്ങളെ കൊണ്ട് sir, ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് എല്ലാവരെ കൊണ്ടും നിങ്ങൾ ആ ചാർട്ട് ഇടുന്ന
എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റും. ലൈക്ക് ചാർട്ട് ഇടുന്നവരൊക്കെ ഏറെക്കുറെ 90% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പൊട്ടൻഷ്യൽ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മളിത് പുതിയ ക്ലാസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് അയ്യോ ഞാനിതൊന്നും പഠിച്ചിട്ടില്ലേ, എനിക്കിതൊന്നും അറിയില്ലേ എന്നുള്ളൊരു മൈൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അത് നല്ല പോലെ തന്നെ കീപ്പപ്പ് ചെയ്യുക. അതേപോലെ ചെയ്യാത്തവർ ചെയ്ത് സബ്മിറ്റ് ചെയ്യട്ടോ. ഓക്കെ, Sir, when we will get this recorded class, sir? മോസ്റ്റ്ലി ടുഡേ ഇറ്റ് സെൽഫ് ഐ വിൽ ചെക്ക് വിത്ത് ദ ടീം. No, ഓക്കെ, okay, sir. I think we have to. I have to watch again. യാ, ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ റിലേറ്റഡ് ടു ട്രേഡിംഗ് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഞാൻ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ.